നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ധ്വനി എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം മഠാധിപതി ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ബസ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കരുവന്നൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ധ്വനി എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് CBI ഉദ്യോഗസ്ഥൻ രാമദേവൻ മുഖ്യാതിഥിയായി. പാറളം പഞ്ചായത്ത് അംഗം അനിത, അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, സെക്രട്ടറി പന്തളം സജിത് കുമാർ, ജോയിന്റ് സെക്രട്ടറി വർഗീസ് അക്കര തുടങ്ങിയവർ സംസാരിച്ചു. കഴിവുള്ളവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ പ്രോത്സാഹനം നൽകാൻ സഹായിക്കാനായി സന്നദ്ധത കാണിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ വിലയേറിയ സമയം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ തന്നെ ഈ സൗകര്യം ഇവിടെ ഉണ്ടായത് ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ഒരു സൗഭാഗ്യമാണ്. അഡാപ്റ്റ് സൊസൈറ്റി ഇങ്ങനെ സ്വന്തമായി ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ അത് അനുദിനം എല്ലാ പുരോഗതിയും പ്രാപിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളോടെ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇവിടെ ഒരിക്കൽ വരികയുണ്ടായിരുന്നത്. അന്ന് കണ്ടതിനേക്കാൾ വളരെ വിപുലമായ പദ്ധതികളും പ്രവർത്തനങ്ങളും അതിനുള്ള സജ്ജീകരണങ്ങളും അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് ഈ സ്ഥാപനം വളരുന്നു. ഈ സ്ഥാപനം വളരുന്നതിലൂടെ നേട്ടമുണ്ടാകുന്നത് നമ്മുടെ കുട്ടികൾക്കാണ്. അങ്ങനത്തെ പറച്ചിലുകളോ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് നഷ്ടങ്ങളിൽ നിൽക്കുമ്പോഴാണ് പലപ്പോഴും അടുത്ത ഒരു നല്ലത് വരട്ടെ എന്ന് നമ്മൾ ആശ്വസിക്കുന്നത്, അല്ലേ? എപ്പോഴും ഡിസംബർ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടക്കണക്കാണ്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടക്കണക്കാണ്. കഴിഞ്ഞു പോകുന്ന മാസത്തിനെ പറ്റി പോലും നമുക്ക് വിഷമം തോന്നും. ഇപ്പോൾ നമുക്ക് ഡിസംബർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അധികാരിമാരെ പലരെയും നമുക്ക് നഷ്ടപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ മേള കുലപതിയാണ് പെരുവനം കുട്ടേട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഫീൽഡിലേക്ക് നിൽക്കുന്നതിനെ സംബന്ധിച്ച് സക്രമിച്ചതിൻ്റെ ഒരു വേർപാട് എന്ന് പറയുന്നത് നമുക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. ഏറ്റവും ഒടുവിൽ 25-ാം തീയതി നമുക്ക് നഷ്ടപ്പെട്ട MD ഭാസ്കരൻ നായരെ വലിയ വൃക്ഷം, അല്ലേ? നഷ്ടങ്ങളാണ്. പക്ഷെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ കഥകളാണ്. MDയുടെ ഒക്കെ കഥകൾ, ഇല്ലേ? നിങ്ങളൊക്കെ MDയെ അറിയാത്തവരാരും കാണത്തില്ല. വിദ്യാലയത്തിലൊക്കെ പഠിച്ചിട്ടുള്ള നിന്റെ ഓർമ്മയ്ക്ക് എന്തായാലും അറിഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും എല്ലാവരും എന്ന് പറയുന്നത്. അത്ര നന്നായിട്ട് എഴുതാൻ കഴിയുന്നത് എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നും കൂടെ നമ്മൾ അറിയാം. നേടിയത് കൊണ്ടല്ല നമ്മൾ പല നല്ല കാര്യങ്ങളും ലോകത്തിൽ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത്. നമുക്ക് പലതും നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം മഠാധിപതി ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഭൂരിഭാഗം കലകളും നമ്മുടെ ഭാരതത്തിൽ നിന്നുണ്ടാവുകയാണ്. ഋഷിമാരും മുനിമാരുമൊക്കെ താപസന്മാർ മാത്രമായിരുന്നില്ല. കലകളെല്ലാം തന്നെ അവരിലൂടെയാണ് വളർന്ന് വികാസം പ്രാപിച്ചിട്ടുള്ളത്.
ഭരതമുനിയുടെ നാട്യശാസ്ത്രം തന്നെ നോക്കാം. നാട്യശാസ്ത്രത്തിൽ അഭിനയത്തെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ സംഭാഷണം പറയണമെന്നൊക്കെ അതിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൂതി ഗോക്കളെ വിളിച്ചു വന്നതായി നാം പുരാണങ്ങളിൽ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മിക്ക കുട്ടികളും പാട്ടും നൃത്തവും ഒക്കെ പഠിക്കുന്നവരാണ്. വീട്ടുകാരവരെ പഠിപ്പിക്കുന്നുമുണ്ട്. കലാകാരന്മാരും കലാകാരികളും സ്വന്തം പ്രകടനത്തിലൂടെ പേരും പെരുമയും പ്രശസ്തിയും നേടുന്നു. സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. സന്തോഷം, കാരണം ഇങ്ങനൊരു കലയെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന അമ്പലങ്ങൾ വളരെ കുറവാണ്. അപ്പം കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കലാകാരികളെയും കലാകാരന്മാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും സന്തോഷം. ഭദ്രദീപം തെളിയിച്ച് ആ ഒരു ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ഒരു പ്രൗഡ് മൊമെന്റിൽ നിൽക്കുവാണ്. ശ്രേയ ശ്രീകാന്ത് വിഷ്ണുമായ സ്തുതി ആലപിച്ചു. ശ്രീരാം രഞ്ജന്റെ സോപാന സംഗീതവും RLV രശ്മിയുടെ വീണ കച്ചേരിയും അരങ്ങേറി. നർത്തകി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം സൃഷ്ടി നൃത്ത വിദ്യാലയത്തിന്റെ നൃത്താർച്ചനയും അരങ്ങേറി. എറവ് മങ്ങാട്ട് കീർത്തന ബാലകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. കേരളീയം ബെസ്റ്റ് കൊറിയോഗ്രാഫർ അവാർഡ് ജേതാവ് വിസുഷ P. വിജയൻ, ശ്രുതി കോഴിക്കോട് എന്നിവരുടെ നൃത്തവും അരങ്ങേറി. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന നൃത്ത സംഗീതോത്സവം ജനുവരി 9 വരെ തുടരും. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ബസ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കരുവന്നൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കരുവന്നൂർ പാലത്തിന് സമീപം അപകടമുണ്ടായത്. ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് വരികയായിരുന്ന ശില്പി എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബംഗ്ലാവ് ഓട്ടോപേട്ടയിലെ ഓട്ടോ ഡ്രൈവർ കരുവന്നൂർ സ്വദേശി കീഴ്വീട്ടിൽ 46 വയസ്സുള്ള സന്തോഷിന് തലയ്ക്ക് സാരമായ പരിക്കേറ്റു. ഇദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു വീഴുകയും ഓട്ടോ ഭാഗികമായി തകരുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. സന്തോഷയാത്രകൾ പ്രൗഢഗംഭീരവും സുരക്ഷിതവുമായിരിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ മികച്ചതാക്കാൻ ശ്രീ മഹാലക്ഷ്മി ടൂർസ് ആൻഡ് ട്രാവൽസ് ക്രെഡിറ്റ്സ് പ്രവർത്തനം തുടങ്ങി. വിവാഹ വിനോദ തീർത്ഥാടന യാത്രകൾക്ക് കുറഞ്ഞ ബജറ്റിൽ വാഹനങ്ങൾ വാടകയ്ക്ക് ലഭിക്കുന്നു. ഒപ്പം വിവാഹം പോലുള്ള ആഘോഷയാത്രകൾ പ്രൗഢഗംഭീരമാക്കാൻ വിവിധ കമ്പനികളുടെ ആഡംബര വാഹനങ്ങളും ബജറ്റിലൊതുങ്ങുന്ന വാടകയിൽ ശ്രീ മഹാലക്ഷ്മി ടൂർസ് ആൻഡ് ട്രാവൽസ് ക്രെഡിറ്റ്സിൽ നിന്നും ലഭ്യമാണ്. പെരുമ്പലിശ്ശേരി പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഷോറൂം ബിൽഡിംഗ് ഉടമ ബഷീർ ഉദ്ഘാടനം ചെയ്തു. നാരായണൻ, തങ്കമണി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വിലക്കുറവിന്റെ അത്ഭുതങ്ങൾ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്ന പെരുമ്പള്ളിശ്ശേരി അന്ന സിൽക്സിൽ ഉപഭോക്താക്കൾക്കായി ന്യൂ ഇയർ സർപ്രൈസ് ഒരുക്കി മാനേജ്മെന്റ്. 99 രൂപ മുതൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഇക്കണോമിക്സ് ഫെസ്റ്റ് 2025 തുടക്കമിട്ടു. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും 99 രൂപ മുതൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് അന്ന സിൽക്സ് ഇക്കണോമിക്സ് ഫെസ്റ്റിലൂടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 99 രൂപ മുതൽ 599 രൂപ വരെയുള്ള വിലകളിൽ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള മുഴുവൻ വസ്ത്രങ്ങളും സ്വന്തമാക്കാനാണ് അവസരം. ഇക്കണോമിക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മിസിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ 2021 പ്രിയ മേനോൻ നിർവഹിച്ചു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഇവിടേക്ക് നല്ല പരിചയം. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസും അതുപോലെ പുതിയ വെറൈറ്റീസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ന്യൂ കളക്ഷൻസൊക്കെ വന്ന ഹസ്ബൻഡിൻ്റെ ഫോണിലേക്കൊക്കെ ഇൻറ്റിമേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മന്ന സിൽക്സ് നല്ലൊരു പൊസിഷനിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ജെയ്സൺ മഞ്ഞളി, ജിഷ ജെയ്സൺ, ഷീബ വൈജു, മാനേജർ PJ അൽജോ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ലേഡീസ് കിഡ്സ് ഇന്നർവെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു. അവണിശ്ശേരി അംബേദ്കർ ഗ്രാമീണ വായനശാല MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരി ദർശന അനുസ്മരണ പ്രഭാഷണം നടത്തി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപ്, എഴുത്തുകാരി ആതിര അങ്കിരസ്, മാധ്യമപ്രവർത്തക ശ്രീലക്ഷ്മി പ്രമോഷ്, VR ശശി, ധന്യ സുധീർ, അശ്വതി വിനോദ്, KN അജിത എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ BLS പുതുവത്സരത്തെ വരവേറ്റത് കാരുണ്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളോടെയുള്ള പുതുവത്സരാഘോഷം വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ PK റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂരിലെയും പരിസരങ്ങളിലെയും അശരണർക്ക് 2 നേരത്തെ ഭക്ഷണം വർഷങ്ങളായി നൽകി വരുന്നുണ്ട് BLS പ്രവർത്തകർ. ഇതിനു പുറമെയാണ് പുതുവർഷാരംഭവും കാരുണ്യ പ്രവർത്തികൾക്ക് പ്രാമുഖ്യം നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കരുണത്തിലെ സജിനിക്ക് പാചകത്തിനാവശ്യമായ മുഴുവൻ പാത്രങ്ങളും വാങ്ങി നൽകി. പുതുവർഷത്തിൽ അപൂർവ സംഗമത്തിന് വേദിയൊരുക്കി വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം തലമുറകളുടെ സംഗമ വേദി കൂടിയായി. 55 വയസ്സുള്ളവരും പുതുതലമുറ വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക TT ഷീജ, ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. മധുരയ്ക്കും ഓർമ്മകൾ എന്ന പേരിലായിരുന്നു തലമുറകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. മുൻ പ്രധാനാധ്യാപകൻ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സ്ഥാപകൻ MM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച പൊതുപ്രവർത്തകൻ MM ഇക്ബാലിനെ ആദരിച്ചു. പ്രധാനാധ്യാപിക TT ഷീജ, ഷീജ ഉല്ലാസ്, AV സുദർശിനി, CS ബേബി എന്നിവർ സംസാരിച്ചു. മസൂദ്, ക്ലമന്റ്, അമീർ, കബീർ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ധ്വനി എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ബസ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കരുവന്നൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.